യുപിയിലെ സോൻഭദ്ര ജില്ലയിലെ ഗൊരാവിൽ വെച്ച് നടന്ന സംഭവം ഞെട്ടിപ്പിക്കുന്നതാണ്. രാജ്യത്തെ നടുക്കിയ ഒരു ആക്രമണം തന്നെയാണ് അവിടെ അരങ്ങേറിയത്, സംശയം വേണ്ട. അവിടെയുള്ള ഗ്രാമത്തലവൻ EK ദത്ത് 36 ഏക്കർ കൃഷിഭൂമി 2 വർഷം മുൻപ് വാങ്ങുന്നു. അത് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ഗ്രാമത്തലവൻ വരുന്ന ഒരു സാഹചര്യം. അവിടെ വെച്ച് കൃഷിക്കാരുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്നു. പിന്നീട് ഗുണ്ടകളുമായി കടന്നു വന്ന് വെടിയുതിർക്കുന്നു, ഒരു പകരം വീട്ടുന്നു, സിനിമാ സ്റ്റൈലിലുള്ള ഒരു ആക്രമണം നടത്തുന്നു. നിരപരാധികൾ വെടിയേറ്റ് വീഴുന്നു. സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്, വൃദ്ധന്മാരുണ്ട്, എല്ലാവരെയും തുരുതുര ഇങ്ങനെ വെടിവെക്കുന്നു. ആ വലിയ ആക്രമണം കഴിഞ്ഞപ്പോൾ സ്ത്രീകൾ ഉൾപ്പെടെ 9 പേർ കൊല്ലപ്പെടുന്നു. ആ സംഭവത്തിൽ ആ കുടുംബത്തിന് നീതി ആവശ്യമാണ്. അവരെ ആശ്വസിപ്പിക്കാനും വേണ്ടിയാണ് പ്രിയങ്ക ഗാന്ധി ആശുപത്രിയിൽ എത്തുന്നതും പിന്നീടുള്ള സംഭവങ്ങൾ നടക്കുന്നതൊക്കെ ഇതിന്റെ പേരിലാണ്. ആശുപത്രിയിലെത്തിയ പ്രിയങ്ക ഗാന്ധി ഒന്ന് ഞെട്ടിപ്പോയി. കാരണം 11 വയസ്സുള്ള കുട്ടിക്ക് വരെ വെടിയേറ്റിട്ടുണ്ട്. അത്രയും ഗുരുതരമായിട്ടുള്ള ഒരു വലിയ ആക്രമണമാണ് അവിടെ ഗ്രാമത്തലവൻ അഴിച്ചുവിട്ടത്. എന്നാൽ EK ദത്തിനെ അനുകൂലിച്ച് അവിടെ നിന്നും കുറെ ആളുകൾ രംഗപ്രവേശനം ചെയ്യുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ആക്രമണത്തിനിരയായ കുടുംബത്തോടൊപ്പം നിൽക്കേണ്ടത് തന്റെ ബാധ്യതയാണ്, ഉത്തരവാദിത്തമാണ് എന്നാണ് പ്രിയങ്ക ഗാന്ധി പറയുന്നുള്ളത്. ഇതിന്റെ ഭാഗമായിട്ട് ഹോസ്പിറ്റലിൽ സന്ദർശിച്ചതിന് ശേഷം ആ കുടുംബത്തിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പ്രിയങ്ക ഗാന്ധി മിർസാപൂരിൽ എത്തുന്നത്. അവിടെ വെച്ചാണ് പോലീസുകാർ പ്രിയങ്ക ഗാന്ധിയെ അറസ്റ്റ് ചെയ്യുന്നത്. അറസ്റ്റ് ചെയ്യുമ്പോൾ പ്രിയങ്ക ഗാന്ധി പറയുന്നുണ്ട്, നിലവിൽ അവിടെ 144 പാസ്സായിരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ 4 പേരിൽ കൂടുതൽ ഉണ്ടാകാൻ പാടില്ല എന്നേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ 4 പേർ അവരുടെ കുടുംബങ്ങളെ സന്ദർശിക്കാമെന്ന് പറയുമ്പോൾ പോലും അതിന് പോലീസ് അനുവദിക്കുന്നില്ല. മറിച്ച് പ്രിയങ്ക ഗാന്ധിയെ അറസ്റ്റ് ചെയ്യുന്നു. അറസ്റ്റ് ചെയ്യുമ്പോൾ വാഹനത്തിന്റെ അകത്ത് നിന്ന് പ്രിയങ്ക ഗാന്ധി പറയുന്നുണ്ട്, ജനാധിപത്യത്തെ വെല്ലുവിളിക്കാൻ ഒരു കാരണവശാലും പോലീസുകാരെ അനുവദിക്കുകയില്ല, ആരെയും അനുവദിക്കുകയില്ല. അതുകൊണ്ട് പോലീസുകാരുമായി അവർ തർക്കത്തിൽ ഏർപ്പെടുന്നു. തുടർന്ന് മുദ്രാവാക്യം വിളിക്കുന്നു. അങ്ങനെ ഒരു പ്രതിഷേധവുമായി പ്രിയങ്ക ഗാന്ധി രംഗത്തെത്തുന്നു. പ്രിയങ്ക ഗാന്ധിയോടൊപ്പം പ്രവർത്തകരുമുണ്ട്. അതിനുശേഷം പ്രിയങ്ക ഗാന്ധിയുടെ അറസ്റ്റ് വലിയ ചർച്ച ചെയ്യപ്പെടുന്നു. കാരണം അതൊരു ജനാധിപത്യ വിരുദ്ധം തന്നെയാണ്. പ്രിയങ്ക ഗാന്ധി ആ കുടുംബത്തെ കണ്ടു കഴിഞ്ഞാൽ അവർ നേരിടുന്ന കഷ്ടപ്പാടുകളെ, ദുരിതങ്ങളെ കുറിച്ച് പ്രിയങ്ക ഗാന്ധിയോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് പുറത്തെത്തുമെന്നുള്ള ഒരു ഭയമാണ് യോഗി സർക്കാർ പോലീസിനെ ഉപയോഗിച്ച് പ്രിയങ്ക ഗാന്ധിയെ വേട്ടയാടിയത്. ഇതിൽ രാഹുൽ ഗാന്ധി ശക്തമായി രംഗത്ത് വരികയും ചെയ്തു. കാരണം എന്റെ സഹോദരി അടങ്ങുന്നവരെ അറസ്റ്റ് ചെയ്തത് ശരിയായില്ല, യോഗി പോലീസിനെ വെച്ച് വേട്ടയാടുന്നു എന്നാണ് അദ്ദേഹം ട്വിറ്ററിൽ വന്ന് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഒരു മൃഗീയമായിട്ടുള്ള ഒരു സംഭവത്തിനെ ലഘൂകരിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് യോഗി സർക്കാർ കടന്നു പോകുന്നത്. ഇതിനിടയിലാണ് പ്രിയങ്ക ഗാന്ധിയുടെ ശക്തമായ ഇടപെടൽ കടന്നു വരുന്നത്. ഒപ്പം പ്രിയങ്ക ഗാന്ധിയെ അനുകൂലിച്ചുകൊണ്ടുള്ള രാഹുൽ ഗാന്ധിയുടെ ഒരു ട്വിറ്റർ സന്ദേശവും കടന്നു വരുന്നത് വലിയ ചർച്ചയാക്കിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.